ഇപ്പോൾ വരുന്ന സന്തോഷ വാർത്തയാണ് ഈ ചാനലിലൂടെ പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ അറിയിപ്പ് അറിയുന്നതിന് മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ഷേമ പെൻഷൻ അങ്ങനെ ഒടുവിൽ 100 രൂപ വർദ്ധിച്ച് 1700 എത്തിക്കുവാണ്. ഇപ്പം നിലവിൽ വന്നുവെങ്കിലും അടുത്ത കൊല്ലം ആദ്യ മാസത്തിലായിരിക്കും ഇതിൻ്റെ വർധനവായിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാവുക. നമുക്കറിയാം 1600 രൂപ വെച്ചാണ് ഇപ്പം എല്ലാ മാസം ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് 100-200 വർദ്ധിച്ചത് 200 വർദ്ധിക്കാൻ സാധ്യത കുറവാണ്. 100 രൂപയെങ്കിലും വർദ്ധിക്കും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉറപ്പ് തന്നിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്ന ഒരു അറിയിപ്പായതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. 1700 ക്ഷേമ പെൻഷൻ വർദ്ധിക്കുന്നു. അപ്പോൾ മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടെന്ന്, കൂടാതെ തന്നെ 4 മാസത്തെ കുടിശ്ശികയാണ് ഇനിയുള്ളത്. അതിൽ 1 മാസത്തെ കുടിശ്ശിക നവംബർ മാസം തന്നു. ഇനി നവംബർ മാസം 20-ാം തീയതി അടുത്ത കുടിശ്ശിക പെൻഷൻ 20-25 അടുത്ത നവംബർ മാസത്തെ പെൻഷനും നമുക്ക് കിട്ടും. പിന്നെ ഓണത്തിന് ക്രിസ്മസിന് 3200 നമുക്ക് ലഭിക്കും. അങ്ങനെ 6400. പിന്നെ വിഷുവിനായിരിക്കും 1 മാസത്തെ ഗഡു വിതരണം ചെയ്യുക. അപ്പോൾ കുടിശ്ശിക അങ്ങ് തീരും. അപ്പോൾ അടുത്ത വർഷം തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. ഇത് ആദ്യമായി അറിയുന്ന ന്യൂസാണെങ്കിൽ ഒന്ന് എല്ലാ ഇതിലേക്കും ഷെയർ ചെയ്യാൻ. നമുക്കറിയാം, വാർഷികകാല പെൻഷൻ വാങ്ങുന്നവർ, അതുപോലെ എന്നെ പോലെ വികലാംഗ പെൻഷൻ വാങ്ങുന്നവർ ഒക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഏതാനും മണിക്കൂറിനകം പുറത്തു വന്നിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരിലേക്ക് ഈ സന്തോഷ വാർത്ത എത്തിക്കുക. 2ാം പിണറായി സർക്കാർ അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ക്ഷേമ പെൻഷൻ 2500 എത്തിക്കും എന്നോ ആണ് ഇപ്പോൾ ഉറപ്പ് തന്നിരിക്കുന്നത്. പക്ഷെ അത് ഘട്ടം ആയിട്ട് 2500 എത്തിക്കും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് 5 മണിക്ക് ലൈവ് വരും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കാം. വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.